ഹായ് മക്കളെ, പ്ലസ് ടു അക്കൗണ്ടൻസിയിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വൺ വേർഡ് ചോദ്യം നമുക്ക് നോക്കിയാലോ. എന്നാൽ കയറി പോരും അച്ഛന്മാരെ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, റിയലൈസേഷൻ അക്കൗണ്ട് ഈസ് പ്രിപ്പയർ അറ്റ് ദ ടൈം ഓഫ്. എപ്പോഴാണ് പ്രിപ്പയർ ചെയ്യുക? ഡിസൊല്യൂഷൻ ഓഫ് ഫേം, അതായത് ഒരു ഫേം അടച്ചു പൂട്ടുന്ന സമയത്ത് ആണോടാ മക്കളെ? എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ആൻഡ് റിസർവ്സ് അറ്റ് ദ ടൈം ഓഫ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ആർ ട്രാൻസ്ഫേർഡ്. അതായത് ഒരു ഫേമിൻ്റെ അടച്ചുപൂട്ടൽ സമയത്ത് ആ ഫേമിൻ്റെ എന്താ പറയുക, ജനറൽ റിസർവിനെയും അക്യുമുലേറ്റഡ് പ്രോഫിറ്റിനെയും എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും? പാർട്ട്നേഴ്സ് ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? സെലക്ട് ദ സ്യൂട്ടബിൾ അക്കൗണ്ട് ഫ്രം ദ ബ്രാക്കറ്റ്സ് ഫോർ ദ ഫോളോവിങ്. ഓക്കെ, നൈസ് വൺ. ഒന്നാമത്തത്, ഓൺ ഡിസൊല്യൂഷൻ ഓഫ് ദ ഫേം ക്യാപിറ്റൽ അക്കൗണ്ട് ഓഫ് പാർട്ട്നേഴ്സ് ആർ ക്ലോസ്ഡ് ബൈ ട്രാൻസ്ഫറിംഗ് ദ ക്യാപിറ്റൽ ബാലൻസ് ടു ഡാഷ് അക്കൗണ്ട്. അതായത് ഡിസൊല്യൂഷൻ്റെ സമയത്ത് ഒരു പാർട്ട്ണർ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും. എങ്ങോട്ടേക്കാ? അതാണ് ബാങ്ക് അക്കൗണ്ട് ഓർ ക്യാഷ് അക്കൗണ്ട്. നമുക്ക് രണ്ടും ആൻസർ ചെയ്താൽ. സോ ഈ ക്വസ്റ്റിന് ബാങ്ക് ആണ് കൊടുത്തത്. സോ ബാങ്ക് വിൽ ബി ദ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ദ അക്യുമുലേറ്റഡ് ലോസസ് അപ്പിയറിംഗ് ഇൻ ദ ബാലൻസ് ഷീറ്റ് ഇസ് ക്ലോസ്ഡ് ബൈ ട്രാൻസ്ഫറിംഗ് ടു ഡാഷ് അക്കൗണ്ട്. നമ്മൾ തൊട്ട് മുമ്പേ പറഞ്ഞു എന്താണ്? അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് നമ്മൾ എങ്ങോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുക? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് നമ്മൾ എന്ത് ചെയ്യും മക്കളെ? ട്രാൻസ്ഫർ ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് among the following account is prepared at the time of dissolution of a partnership firm? ഒരു ഫേമിൻ്റെ പാർട്ട്ണർഷിപ്പിൻ്റെ ഡിസൊല്യൂഷൻ്റെ സമയത്ത് മക്കളെ, ഡിസൊല്യൂഷൻ ഓഫ് ദി പാർട്ട്ണർഷിപ്പ് ഫേം, ഒരു ഫേമിൻ്റെ ഡിസൊല്യൂഷൻ്റെ സമയത്ത് താഴെ പറഞ്ഞതിൽ ഏത് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യും? റിയലൈസേഷൻ അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യും. അടുത്തത്, at the time of dissolution of a firm, which of the following liability will be paid first? നല്ല ചോദ്യം. ഒരു ഫേമിൻ്റെ ഡിസൊല്യൂഷൻ്റെ സമയത്ത് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് ലാബിലിറ്റി ആയിരിക്കും ആദ്യം കൊടുക്കുക? ഏതാ മക്കളെ ആദ്യം കൊടുക്കുക? ഔട്ട്സ്റ്റാൻഡിങ് സാലറി ആണോ? പാർട്ട്നേഴ്സ് ലോൺ ആണോ? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ആണോ? നെഹി ഹേ, ഏതാണ്? സൺട്രി ക്രെഡിറ്റേഴ്സ്. എന്തുകൊണ്ടാണ്? സൺട്രി ക്രെഡിറ്റേഴ്സ് എന്നാൽ എന്താണ്? ബിസിനസ്സിന് ഔട്ട്സൈഡേഴ്സ് ആണ്. ക്ലിയർ അല്ലേ? സോ ഫസ്റ്റ് എന്തെങ്കിലും കൊടുക്കുക? തേർഡ് പാർട്ടിക്കായിരിക്കും ഫസ്റ്റ് പേയ്മെൻറ്റ് കൊടുക്കുക. ക്ലിയർ? നെക്സ്റ്റ് അടുത്തത്, an unrecorded asset realized at the time of dissolution should be credited to. എന്താണ്? അൺറെക്കോർഡ് അസറ്റ് റിയലൈസ് ചെയ്തു. ക്ലിയർ അല്ലേ? ഇപ്പം ഒരു ബിസിനസ്സിൻ്റെ അടച്ചുപൂട്ടൽ സമയത്ത് അങ്ങനെയാണെങ്കിൽ ആ ഫണ്ടിനെ എങ്ങോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുക? റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക? ട്രാൻസ്ഫർ ചെയ്യുക. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? നെക്സ്റ്റ്, ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ് എന്ത്? ദ ബിസിനസ് ഓഫ് ദ ഫേം ഈസ് ടെർമിനേറ്റഡ് വെൻ ഡാഷ് ടേക്ക് പ്ലേസ്. എന്താ പറഞ്ഞിട്ടുള്ളത്? അതായത് ബിസിനസ് ടെർമിനേറ്റ് ചെയ്യും എപ്പോൾ? ഡിസൊല്യൂഷൻ നടക്കുന്ന സമയത്ത്. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സോ ഇതൊക്കെയാണ് ഡിസൊല്യൂഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പ് ഫേം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും ഇമ്പോർട്ടൻ്റ് ആയി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വൺ വേർഡുകൾ. സോ ഉഷാറാക്കി എക്സാം ചെയ്തിട്ട് വാ. ഓൾ ദി ബെസ്റ്റ്.